നമുക്കറിയാം കരയിൽ ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ അഭിഷേകം വിടുതലിൻ്റെ അഭിഷേകം. സാത്താൻ്റെ അരൂപികളെ ബഹിഷ്കരിച്ച് മാറ്റി അനേക മക്കൾക്ക് ഹീലിങ്, സൗഖ്യങ്ങൾ, വിടുതലുകൾ ആത്മാവിങ്ങനെ നേരിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നേരെ ഇറങ്ങി വന്നിട്ട് ജീവിതങ്ങളെ രക്ഷിക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ചില ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ രക്ഷപ്പെടാനാവില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, തല തകർച്ചകൾ വരുമ്പോൾ, രോഗങ്ങളാകാം, ദുരിതങ്ങളാകാം, പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ, ബലഹീനതകളാകാം, പാപമേഖലകളാകാം. ചില മേഖലകളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും തനിയെ കരകയറാൻ പറ്റാതെ നമ്മൾ വിഷമിക്കാറുണ്ട്. പക്ഷെ ആ സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെന്നിട്ട് ചില ആളുകളെ കരകയറ്റുന്ന സംഭവം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും, 3 ബാലന്മാരെ നബൂഖദ്നേസർ രാജാവ് ബന്ധിച്ച് തീച്ചൂളയിലേക്ക് എറിയുന്നൊരു സംഭവമുണ്ട്. ഈ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്ന കാണാം. തീ അവരെ ബാധിക്കുന്നില്ല, അവർ കത്തിച്ചാമ്പലാകുന്നില്ലെന്നറിയാം. അതേസമയം തീ കൂട്ടുവാനായിട്ട്, തീയുടെ അളവ് കൂട്ടാൻ വേണ്ടിയുള്ള പണിക്കാരൊക്കെ തീയുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും അഗ്നി കയറി അവരെ പിടിച്ച് വിഴുങ്ങുന്ന കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. തീ അവരെ ബാധിക്കാതിരുന്നതിൻ്റെ കാരണം അവിടെ കാണുന്നത്, അവരെ രക്ഷപ്പെടാൻ കാരണം അവിടെ പറയുന്നുണ്ട്, ഒരു 4-മനൊരുവൻ, ഒരു ദൈവദൂതൻ ആ തീക്കകത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് ഈ 3 ബാലന്മാർക്കും ചുറ്റുമുള്ള അഗ്നിയെ മാറ്റി നിർത്തുന്നത് കാണാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു AC, പ്രൈസ് ദി ലോർഡ്, ഒരു എയർ കണ്ടീഷൻ റെഡിയാക്കുന്നത് കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 3 ബാലന്മാരുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ചെന്നിട്ടത്, എന്നിട്ട് അതിനെ ഈ തീയെ മാറ്റി നിർത്തുന്നതായിട്ട്, അകറ്റി നിർത്തുന്നതായിട്ട്, എന്നിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ തീയിരിക്കും നമ്മൾ പല കുടുംബങ്ങളും ജീവിതങ്ങളും തീയിലായിരിക്കും, വലിയ പ്രശ്നങ്ങൾ നടുവിലായിരിക്കും, വലിയ രോഗങ്ങളുടെ ബന്ധനങ്ങളാണ്, ദേശത്തിന് തന്നെ കാണും ചില മേഖലകളും, ചില തകർച്ചകളുടെ മേഖലകളും, വിവാഹമോചനത്തിൻ്റെ മേഖലകളാണ്. മക്കളെ ഓർത്തുള്ള അവർ ചിലപ്പോൾ ചില ഈ പാപത്തിൻ്റെ കുഴിയിൽ, തീക്കുഴി കിടക്കുകയായിരിക്കുവേ, രോഗത്തിൻ്റെ തീക്കകത്ത് ഭയങ്കര തീയ, ചില വീട് ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പം അവർ ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവദൂതൻ ഇറങ്ങി വരാൻ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ തീയെ ആട്ടി അകറ്റിയിട്ട് അതിനകത്തൊരു AC ഒരുക്കുന്ന സംഭവം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു AC ഒരിക്കലും ലോകത്തിലുള്ള ആർക്കും തരാൻ പറ്റത്തില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും ഒരുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തീയിൽ കിടന്നിരുന്ന ഒരുപാട് ജീവിതങ്ങളുടെ അടുക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന അനുഭവം, രക്ഷിക്കുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കളെ നശിപ്പിക്കാൻ നടക്കുക, അതാണല്ലോ നബൂഖദ്നേസറും അവരുടെ സൈന്യവും അവർ കൂടെയുള്ളവരെല്ലാം കൂടെ ചിന്തിക്കുന്നു, ഈ 3 ബാലന്മാരെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുക. പക്ഷേ അവർ അതിനുവേണ്ടിയാണ് അവർ വലിയൊരു അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട്, തീയുണ്ട്, അതിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഇവർ 3 പേരെയും കൂടെ വലിച്ചെറിയുന്ന സംഭവമാണ്. പക്ഷേ ആ തീക്ക് അവരെ തൊടാൻ പറ്റിയില്ല, ശത്രുക്കൾക്ക് അവരെ തൊടാൻ പറ്റിയില്ല. അതിനൊരു കാരണം പറയുന്നുണ്ട്. ഒരു കാരണം പറയുന്നത്, അവർ എന്തിനാണ് ശരിക്കും അവരെ തീയിലിടാൻ കാരണം? അവരോട് പറഞ്ഞു, സത്യദൈവത്തെ തള്ളിപ്പറയണം, യഹോവയെ തള്ളിപ്പറയണം, വേഗദൈവത്തെ തള്ളിപ്പറയണം. അദൃശ്യനായ ദൈവം, അങ്ങനെ ദൈവമില്ല. ദൈവം എന്ന് പറയുന്നത് ഈ രാജാവൊക്കെ ഉള്ളൂ, ഈ വിഗ്രഹങ്ങൾ മാത്രം, ബാലും അക്ഷയരെയും മാത്രം, അവരാണ് ദൈവങ്ങൾ. അല്ലാതെ അദൃശ്യനായ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവായ രക്ഷകനായ ഒരു ദൈവം, പിതാവായ ദൈവം, അങ്ങനെ ദൈവം ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞു, പക്ഷേ ഇവർ പറഞ്ഞു, ഈ 3 ബാലന്മാരും പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനൊരു ദൈവമുണ്ട്, ദാനിയേൽ വിളിക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമാണ്, ആ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ ദിവസങ്ങളിൽ വേഗദൈവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 3 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു, പീഡിയാട്രീഷ്യനായ ഡോക്ടർ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ വന്നിട്ട്, സിസ്റ്റർ അവരുടെ കൂടെ കുറേ പേരുണ്ട്, ഒരു 10-5-8 പേരുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം സിസ്റ്റർ, അച്ഛൻ ഒരു സാക്ഷ്യം പറയാനുണ്ട് അച്ഛനോട്. ഞാൻ പറഞ്ഞു, എന്താണോ സാക്ഷ്യം? അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ കൺവെൻഷൻ വന്നില്ല, ഞാൻ വന്നിരുന്നു. പക്ഷെ അന്ന് അച്ഛൻ കുറേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് ഒരു 10,000-2,000-3,000 രോഗികളെ, ക്യാൻസർ രോഗികൾ തന്നെ അവിടെ ഉള്ളെല്ലാം കൂടി കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്, അബുദാബിയിലുണ്ട്. അപ്പോൾ അവരുടെ കുഞ്ഞിന് 4-5 വയസ്സ് പ്രായം, ബ്ലഡ് ക്യാൻസർ രോഗമാണ്, ഹോസ്പിറ്റലിലേക്ക് കടത്തിയിരിക്കുകയാണ്, വളരെ സീരിയസ് ആയിട്ടിരിക്കുക. അപ്പോൾ അവർ കണ്ണീരോട് സിസ്റ്ററെ അച്ഛനോട് ഇന്ന് പ്രാർത്ഥന മേടിക്കാൻ പറയാം. പ്രസലോഷം ഹല്ലേലൂയ. അപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛൻ ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നു. അച്ഛനെ പേപ്പർ മേടിച്ചില്ല, അച്ഛനെ പേപ്പറിൻ്റെ മേലൊരു കുരിശ് വരച്ച് എൻ്റെ അച്ഛനങ്ങ് പോയി. പ്രസലോഷം. ഞാൻ ഉറക്കൊന്നൊന്നുമില്ല. പ്രസലോഷം. ഡോക്ടറായി സിസ്റ്റർ പറയാണ്, അച്ഛൻ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവരെ വിളിച്ചു അച്ഛൻ്റെ കൂടെ. അപ്പോൾ പറയാണ്, അത്ഭുതം എന്ന് പറയുകയാണ്. അവർ പിന്നീട് എന്നെ പറഞ്ഞ കാര്യമാണ്, എപ്പോഴാണോ ആ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ കുരിശ് വരച്ചത്, ആ സമയത്ത് ഹോസ്പിറ്റലിൽ കടന്നിരുന്ന ബ്ലഡ് ക്യാൻസർ രോഗിയായ കുഞ്ഞ് സൗഖ്യപ്പെട്ടു. പ്രസലോഷ്. കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു എന്ന് പറയും. സർവ്വ ഹല്ലേലൂയ. അവർ പറഞ്ഞു, അഞ്ച് ഭയങ്കര മിറക്കിൾ അച്ഛൻ, ഭയങ്കര അത്ഭുതം അച്ഛൻ. അതാണ് യേശുവിന്റെ നാമം പേറുമ്പോൾ, ആ നാമത്തിന് വിശ്വസിച്ചാൽ ആ നാമം നൽകുന്ന അത്ഭുതകരമായ രക്ഷ. തീക്കുണ്ടത്തിൽ നിന്ന് കരകയറ്റും. നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയുണ്ടല്ലോ, ഒരുപാട് അപകടങ്ങളാകാം, അനർത്ഥങ്ങളാകാം, ദുരിതങ്ങളാകാം, രോഗങ്ങളാകാം, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യങ്ങളാകാം, കടബാധ്യതയാകാം, കുടുംബ പ്രശ്നങ്ങളാകാം. ആ തീക്കകത്ത് നിന്ന് രക്ഷിക്കാൻ നാട്ടുകാരെയോ വീട്ടുകാരെയോ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ അവരൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. വിളിക്കേണ്ടത് ജീവിക്കുന്ന ദൈവത്തെ വിളിക്കണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16:31 യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. ഉച്ചത്തിൽ പറഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സർവ്വത്തെ ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് റോമാലേഖനം 10-9 പറയേ, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ആര് വിശ്വസിക്കണം? യേശുക്രിസ്തു വിശ്വസിക്കും. അപ്പോഴാണ് ഈ അത്ഭുതങ്ങളുണ്ട്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16 15 മുതൽ 20 വരെയുള്ള വചനം. എഴുതിയെടുത്തണം കേട്ടോ. ബൈബിളൊക്കെ നാളെ വരുമ്പോൾ നിങ്ങൾ പേപ്പറും പെനായിട്ടൊക്കെ വരണം, ഒരു ഡയറിയൊക്കെ ആയിട്ട് വരണം, ഒരു ബുക്കൊക്കെ ആയിട്ട് വരണം, ബൈബിളൊക്കെ ആയിട്ട് വരണം. എന്നിട്ട് നിങ്ങൾ വചനങ്ങൾ എഴുതിയെടുത്തിട്ട് അതങ്ങ് സ്വീകരിക്കണം. സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാവും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. രോഗശാന്തികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എപ്പോഴാന്ന് പറഞ്ഞത്? വചനം കേട്ടുകൊണ്ടിരിക്കും. യോഹന്നാൻ 15:3 പറയില്ലേ, എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞ്, എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വചനം നിമിത്തം, വചനം കേട്ടാൽ മതി. അപ്പോൾ ഞാൻ പറയുന്ന വചനം മർക്കോസ് സുവിശേഷം 16:15-20 വരെ, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരോടും ഇപ്പോൾ എന്ത് പ്രസംഗിക്കണമെന്ന് പറഞ്ഞത്? സുവിശേഷം. എന്താണ് സുവിശേഷം? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 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 സുവിശേഷം എന്നാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതാണ് സുവിശേഷം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ, അതാണ് സുവിശേഷം. അത് ഏറ്റു പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പം വീണ്ടും വചനം പറയുമ്പോൾ, അതായത് മാർക്കോസ് സുവിശേഷം 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം വലതുകൈ പിടിച്ച് വിശ്വസിച്ച്, ഏറ്റു പറഞ്ഞ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ ആരാണ്? യേശുവിൽ വിശ്വസിക്കുന്നവർ രോഗികളുടെ മേൽ കൈകൾ വച്ചാൽ അവർ സുഖം പ്രാപിക്കും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആര്? യേശുവിൽ വിശ്വസിക്കുന്നവർ. കൈകൾ വെച്ച് കഴിഞ്ഞാൽ സാത്താൻ അലറിക്കൊണ്ട് പോകും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ധ്യാനം കഴിഞ്ഞു. ശരിക്കും ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോഴത്തേക്കും 3:15 കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3:15. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന. രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പൈശാചികം എന്തൊരു അടയാളമായിരുന്നു അറിയോ. ആളുകളുടെ ശനിയർക്ക് ഒരു ചെറുപ്പക്കാരനെ, അവൻ ഡ്രഗ്സ് വെച്ചാൽ അവൻ കഞ്ചാവ് എടുക്കുന്നവനാണ്. മദ്യം കഴിക്കുക, കുട്ടിക്കും വ്യഭിചാര ജീവിതം, മ്ലേച്ഛ ജീവിതം, അവനെല്ലാം തിന്മയൊന്നുമില്ല. അവന് ഭയങ്കര അഹങ്കാരത്തോടെ വന്നു. പക്ഷെ അവൻ ഒത്തിരി അഹങ്കാരിച്ചാൽ പക്ഷേ ആ ദിവസം നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. പാവം നന്നായിട്ട് ധ്യാനിച്ചു. കൊച്ചിന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഒരു 23 വയസ്സ് കാണും. അത് കൊളുക്കാണില്ല, ഒട്ടുക്കാൻ കൊച്ചാ. പക്ഷെ പഠിത്തമെല്ലാം പോയി, എല്ലാം തീർന്നു. കാരണം വെച്ചാൽ ഇത് കയറിയപ്പിന്നെ തീർന്നല്ലോ. പ്രേമബന്ധം എല്ലാം കയറി, തിന്മയെല്ലാം ഉണ്ട്. ഈ കൊച്ച് ഇവൻ്റെ തലോട്ട് കൈവക്കും. കാണാമേ പൈശാചികത്തിങ്ങ് ഇളകും മറിഞ്ഞിട്ടങ്ങ് പോവാണ്. ദുഷ്ടാരൂപികള് അവരുടെ ശരീരത്തിൽ ഇളകി മറിഞ്ഞു പോവുകയാണ്. ഒരു 10-15 മിനിറ്റ് നേരം അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, എഴുന്നേക്കും അവൻ്റെ മുഖം കാണണേ. സൂര്യൻ പ്രകാശിക്കുന്നില്ല, ഭാരം കുറഞ്ഞു. അവൻ കരയുന്നുണ്ടോ? അവന് നന്ദിയോടെ അവൻ പോയേ ബന്ധനം ഒഴിച്ചു. അതാണ് അത് അഴിക്കണമെങ്കിൽ ഞാൻ പറയും, അത് അഴിക്കണമെങ്കിലുണ്ടോ യേശുവിൽ വിശ്വസിക്കണം. അപ്പം നിങ്ങൾ പറയും, അച്ഛാ ഞങ്ങളൊന്നും വിശ്വസിക്കുന്നവരല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ ഇത്ര വർഷമായി അച്ഛാ വിശ്വസിക്കാൻ വേണ്ടിട്ട്. ഞങ്ങളിപ്പം 10-30 വർഷമായി, 10-40 വർഷമായി, 50 വർഷമായി, 60 വർഷമായി, 70 വർഷമായി അച്ഛാ. ഇപ്പം മരിക്കാൻ പോവാ. എന്നിട്ട് ഇത്രയും വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ ഈ പിശാചൊന്നും പോകാത്തവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ പിശാച് കൂട്ടുകയാണല്ലോ. യേശുവേ നന്ദി. അതിന് കാരണം വിശ്വാസം എന്നതിനകത്ത് ഒരുപാട് ആഴങ്ങളുണ്ട്. ഫെയ്ത്ത് എന്നുള്ളത് ദൈവം അത് വളരെ കുഞ്ഞു കാര്യമൊന്നുമല്ല, വളരെ നമ്മുടെ എൻ്റെ അന്യ ഗുരുക്കന്മാർ പറയാറുണ്ട്. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി, അഭിഷേകം കിട്ടും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 20:28 തോമാസ് ശ്ലീഹ പറഞ്ഞു, അവിടെ ചങ്കിലേക്ക് കൈവച്ചിട്ട്, എൻ്റെ കർത്താവേ, ഉറക്കെ പറഞ്ഞേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് എൻ്റെ കർത്താവൻ. ഇതിങ്ങനെ പറയും, ഈശോ എൻ്റെ ദൈവമാണ്, ഈശോ ദൈവമാണ്, ഈശോ കർത്താവാണ്. ആകയാൽ യേശു കർത്താവാണെന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കർത്താവ് ദൈവമാണെന്ന്, രക്ഷകനാണെന്ന് സംശയമില്ലാതെ, പല വിശ്വാസങ്ങളെ കൂട്ടിക്കലർത്താതെ സത്യവിശ്വാസം ഏറ്റു പറയുമ്പോഴാ സാത്താൻ സത്യത്തിൽ ഓട്ടി മാറുന്നു. അല്ലാതെ പോകില്ല. അല്ല നമ്മൾ കുരിശ് കാണിച്ചാലൊന്നും പോവുകയല്ല. പ്രസ്തലോ ശ്രദ്ധ ഹല്ലേലൂയ. ഒന്നും അടിച്ചാലും പോകത്തില്ല, അവൻ അവിടെ തന്നെ നിൽക്കും. പ്രസ്തലോ നമ്മൾ എന്ത് പറയുന്ന പോകത്തില്ല, ആണെങ്കിൽ അവൻ അവിടെ നിൽക്കും, അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് അനുഭവമുണ്ട്. ഇത് മാത്രം യേശു ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഒരു വീട്ടിൽ കയറി കുറേ ദിവസങ്ങളും ആ വീട്ടിലുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടനെ അന്ധകാരം മാറും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 16:16 അച്ഛൻ പറഞ്ഞത്. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് വിശ്വാസം. ആര് വിശ്വാസം വേണം? ഈശോ ആരാണ്? ഈശോ ദൈവപുത്രനാണ്, ദൈവമാണ്,
ദൈവം തന്നെയാണ് അവൻ. ആ കർത്താവാണ്, രക്ഷിക്കുന്നവനാണ്. അവനാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ചത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അവൻ ഉത്ഥാനം ചെയ്തു. ഇത് മുഴുവനും സംശയമില്ലാതെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുവാൻ തുടങ്ങും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിന്നെ അലട്ടുന്ന ബന്ധനങ്ങൾ, കെട്ടുകളൊക്കെ പഴിയാൻ തുടങ്ങും. അശുദ്ധാത്മാക്കൾ ഓട്ടി മാറും, പൈശാചിക ശക്തികൾ ഓട്ടി മാറും. അത് നിൽക്കത്തില്ല, ഓട്ടി അലറിക്കൊണ്ട് പോകും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയെന്ന് വിളിച്ചേ, ഈശോയെന്ന് വിളിച്ചേ, ഈശോ. ആമേൻ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കും പറയാം പത്രോസിനെ പോലെ ഉച്ചത്തിൽ പറഞ്ഞ കണ്ണുകളടച്ച് ഇപ്പം തന്നെ അഭിഷേകം കിട്ടും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആവർത്തിച്ച് പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തോട് പോവുക, ഒരു അപകടം പിടിച്ച സാഹചര്യങ്ങളോട് പോകുന്നു. വലിയ അപകടം പിടിച്ച സാഹചര്യം പോവുക, ഒരു പെട്ടെന്ന് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ പോകുമ്പോൾ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് പോവുക, നീ യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. അല്ലെങ്കിൽ തോമാശ്ലീഹനെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇത് പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ആ സ്ഥലത്തുള്ള അന്ധകാരം അഴിയാൻ തുടങ്ങും. പ്രിസലോഷ്. അന്ധകാരം അഴിഞ്ഞിട്ട് നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. അച്ഛൻ കാണുന്നതിനേക്കാളും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റടിക്കാൻ ആരവത്തോടെ അഗ്നിജാലതൻ രൂപത്തോടെ, കൊടുങ്കാറ്റടിക്കാൻ ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിലും അഭിഷേക ശക്തിയാൽ, ഭൂമിയിലും അഭിഷേക ശക്തിയാൽ ൂഹായേ ആഗണമേ, ൂഹായേ ആഗണമേ. ഇത് പുതിയൊരു പുസ്തകമാകട്ടെ, ഇത് അഭിഷേകത്തിൽ കാറ്റാൻ വീശട്ടെ. ഇത് പുതിയൊരു പുസ്തകമാകട്ടെ, ഇത് അഭിഷേകത്തിൽ കാറ്റാൻ വീശട്ടെ. പുതുശക്തിയാർവാൻ കൃപയുടെ നിറവാൻ പൂലരാകട്ടെ. പുതുശക്തിയാർവാൻ കൃപയുടെ നിറവാൻ പൂലരാകട്ടെ. ഒറ്റ വിളിച്ചോയേ. Come with the fire, come with the fire, come with the fire, fire anointing. Come Holy Spirit, 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 come. Come with the deliverance, come with the deliverance, come with the deliverance, come with the deliverance.